ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് നോക്കാം. ഇന്ന് രാവിലെ നമുക്ക് പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കറിയാണ് ഇന്ന് ചോറിന് കൂട്ടാനായിട്ട് വെച്ചേക്കുന്നത്. പുട്ടിൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മോരുകറി ഉണ്ട് കേട്ടോ. മോരുകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഞ്ചിക്കറി. അപ്പോൾ ഇതാ മുട്ട തൻഷു ബേബിക്ക് കൊണ്ടുപോകാനാണ് ഞാൻ മുട്ട ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത്. പുട്ടും കുറ്റിയിൽ നിന്ന് പുട്ടൊക്കെ തട്ടി ഞാൻ കാസറോളിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പഴം കൂടെ ഒന്ന് നെയ്യിലിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. തൻഷുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. തൻഷു ബേബി അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്നൊന്ന് കണ്ണൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഞാൻ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഹെവി റെയിൻ ആയിരുന്നു. ഇറങ്ങിയപ്പം ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ രണ്ടാളും കൂടെ മാത്രം വരാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടാളും അപ്രതീക്ഷിതമായിട്ട് കൂട്ടേണ്ടി വന്നതാണ് കേട്ടോ. ദൻഷു ബേബി ഇതറിയില്ല, അറിയെങ്കിൽ എന്നെ വെച്ചക്കത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവൾ പറയായിരുന്നു ദൻഷു ബേബിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, അവനില്ലാത്തതുകൊണ്ട് എന്തോ പോലെ ഉണ്ടെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദേവിക്കും ഷിമാമി കുട്ടിയും കൂടി ഇതാ ഫുഡൊക്കെ അടിച്ച് നമ്മളെല്ലാവരും ഹാപ്പിയായി. ഇന്നൊരു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിത് അടുത്ത സംഭവം നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഫാൻസിയിലേക്ക് കയറി. അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി ഇതുപോലെ നമ്മൾ രണ്ടാളും മാത്രമായിട്ട് ഇങ്ങനെ പോയിട്ട് കേട്ടോ. അല്ലാത്ത പക്ഷെ നമ്മളെല്ലാവരും പാടെ പോവാറുണ്ട്, പക്ഷെ നമ്മൾ രണ്ടാളും കുറേ ആയി ഇങ്ങനെയൊക്കെ പോയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കറങ്ങി തിരിഞ്ഞത് ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമുണ്ട്, ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ ഒരു പാർലർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് അധികം വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക, ബാർ സലൂണിൽ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ പോയിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്നായിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നല്ലൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നമുക്കിവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ള സ്ഥലത്ത് നമുക്ക് പോവാം. ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ് ബാങ്കിലാണ് ഉള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഒരു ഇതിന് ഹെയർ കട്ടിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ജസ്റ്റ് ഇപ്പം ത്രെഡിങ്ങല്ലേ നമുക്ക് ചെയ്യണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ക്യൂൻസിലാണ്. പേഴ്സണലി എനിക്ക് ഈ ക്യൂൻസിൽ വരാൻ അത്ര ഇഷ്ടമേ അല്ല. പിന്നെ നമ്മൾ ഇപ്പോഴും പോകുന്നതൊക്കെ അടച്ചിട്ടത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഇവിടെ മുന്നേ വന്ന് ഹെയർ കട്ടിങ്ങും അതുപോലെ ത്രെഡിങ്ങും ഒക്കെ ചെയ്തപ്പം നമുക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഇവിടെ വന്നിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ബസ് യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഫീൽ തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.